നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 20 മലയാള ചോദ്യങ്ങളാണ്. കേരള PSC ചോദിച്ചിട്ടുള്ള 20 മലയാള ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യ ചോദ്യം ഇതാണ്: ലിവിങ് ഡെത്ത് എന്ന ശൈലിയുടെ മലയാള വിവർത്തനം എന്താണ്? ലിവിങ് ഡെത്ത്: മരിച്ചു ജീവിക്കുക, ജീവിച്ചു മരിക്കുക, ജീവിതവും മരണവും, ചത്തതിനുമൊക്കുമേ ജീവിച്ചിരിക്കലും. ലിവിങ് ഡെത്ത്: ചത്തതിനുമൊക്കുമേ ജീവിച്ചിരിക്കലും. മലയാള വിവർത്തനം ശൈലി ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. നവോത്ഥാനം പിരിച്ചെഴുതുക. നവോത്ഥാനം പിരിച്ചെഴുതുക. എന്താണ് നവോത്ഥാനം? നവ പ്ലസ് ഉത്ഥാനമാണ്. ആ പ്ലസ് ഉ എന്ന ശബ്ദം ഓയായി മാറുന്നു. നവോത്ഥാനം. നവ പ്ലസ് ഉത്ഥാനമാണ് നവോത്ഥാനം. ആ പ്ലസ് ഉ എന്ന ശബ്ദം എന്തായി മാറുന്നു? ഓ എന്ന ശബ്ദമായി മാറുന്നു. ദൃഢം: വിപരീത പദം എന്താണ്? ദൃഢം: ദൃഢമായത്, ശക്തിയുള്ളത് എന്നുള്ള അർത്ഥം. ശിഥിലം: പെട്ടെന്ന് നശിച്ചു പോകുന്നത്, അത് ശിഥിലമാണ്, ആ ആഗ്രഹം ശിഥിലമാണ് എന്നൊക്കെ പറയത്തില്ലേ? ദൃഢം ശക്തി, ദൃഢം വിപരീത പദമാണ് ശിഥിലം. ശരിയായ പദം എടുത്തെഴുതുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ച കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ മലയാളത്തിന് വേണ്ടി പുതിയൊരു സെക്ഷൻ പോലെ ആരംഭിച്ചതാണ്. കഴിഞ്ഞ ക്ലാസ് ആണ് ഒന്നാമത്തെ ക്ലാസ്, ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ്. കവയിത്രിയാണ്. കവിയുടെ സ്ത്രീലിംഗ രൂപമാണ് കവയിത്രി. വാരി പര്യായ പദമായി വരുന്ന വാക്ക് ഏതാണ്? വാരി. വാരി എന്നാൽ ജലം എന്നാണ്. തോയം, അപ്പ്, വെള്ളം ഇതൊക്കെ ജലമാണ്. വാരി ജലമാണ്. വാരി. ജലജം താമരയാണ്. വാരിജം താമരയാണ്. കുളിക്കാതെ ഈറനുടുക്കുക. ഈ മലയാള ശൈലിയുടെ അർത്ഥം എന്ത്? കണ്ടോ, ഒരു ചോദ്യത്തിൽ തന്നെ രണ്ട് ശൈലിയുടെ അർത്ഥം വന്നു. കുളിക്കാതെ ഈറനുടുക്കുക എന്നാൽ കുറ്റം ചെയ്യാതെ പഴി കേൾക്കുക എന്നാണ്. കുറ്റം ചെയ്യാതെ പഴി കേൾക്കുക എന്നാണ്. കുറ്റം ചെയ്യാതെ പഴി കേൾക്കുക. ഹായ് സൗഖ്യ, ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യാം. ഒറ്റപ്പദം എഴുതുക. വിജയത്തെ ഘോഷിക്കുന്ന യാത്ര. വിജയത്തെ ഘോഷിക്കുക ഒറ്റപ്പദം ജൈത്രയാത്ര. വിജയത്തെ ഘോഷിക്കുക എന്ന് വെച്ചാൽ ജൈത്ര യാത്രയാണ്. ജൈത്രം വിജയം, വിജയ ഘോഷിക്കുന്ന യാത്ര. ഏകവചന രൂപമേ. മലയാളത്തിന് ഏകവചനവും ബഹുവചനമേ ഉള്ളൂ, ദ്വിവചനമില്ല. ഏകവചനം എന്ന് വെച്ചാൽ ഒന്നായ രൂപമാണ്, ഒരെണ്ണേ പാടുള്ളൂ. ഏകം ഒന്ന്, ബഹുവചനം ഒന്നിലധികം. നദി നദികൾ, ബഹുവചനം നദികൾ. പെണ്ണ് പെണ്ണുങ്ങൾ. സ്ത്രീ സ്ത്രീകൾ. അമ്മ അമ്മമാർ, അല്ലെ? ആർ ആർക്കൾ, ഇതൊക്കെ ചേരുമ്പോൾ ബഹുവചനമാകും. മനുഷ്യർ, ഭൃത്യർ. വൈദ്യർ എന്ന് പറയുന്നത് ഏകവചനമാണ്, ഒരാളേ ഉള്ളൂ. നമ്മളിത് സലിംഗ ബഹുവചനത്തിന്റെ ഭാഗമാണ്. മാരാർ, വൈദ്യർ, ഇതൊക്കെ ഒരാളേ ഉള്ളൂ. പക്ഷെ കേൾക്കുമ്പോൾ അർ ഒന്ന് രൂപമുണ്ട്, പക്ഷെ ഒരാള് ബഹുമാന പദമായി ഉപയോഗിക്കുന്നതാണ്. ഭീഷ്മർ, ബ്രാഹ്മണർ, മാരാർ, വൈദ്യർ, നിങ്ങൾ, താങ്കൾ, ഇതൊക്കെ സലിംഗ ബഹുവചനമാണ്. ഒരാളേ ഉള്ളൂ, പക്ഷേ നമ്മൾ എന്താണ് ബഹുമാന സൂചകമായി ഉപയോഗിക്കും. വൈദ്യർ. ഋതുക്കൾ കാലാവസ്ഥയാണ്. ഭൃത്യർ കുറെ ആളുകളുണ്ട്. ഭൃത്യജനങ്ങൾ എന്നൊക്കെ പറയത്തില്ലേ? ഭൃത്യർ എന്ന് വെച്ചാൽ എന്താണ്? അടിമപ്പടി എടുക്കുന്ന ആളാണ്. രാജാവ് പറയും ഭൃത്യന്മാരാണ് ഇതെല്ലാം. മനുഷ്യർ ഒരുപാട്. മനുഷ്യനാണെങ്കിൽ ഒരു പദമാണ്, ഏകവചനമാണ് മനുഷ്യൻ. ഭൃത്യൻ ഏകവചനം. ഋതു ഏകവചനം. സ്ത്രീലിംഗ ശബ്ദം എഴുതുക. പ്രഭു. പിടിയാന സ്ത്രീലിംഗമാണ്, കൊമ്പനാന. പിടക്കോഴി സ്ത്രീലിംഗമാണ്, പിടക്കോഴിയുണ്ട്. പൂവൻ കോഴി. പെണ്ണ് ആണ്, പെൺകുട്ടി ആൺകുട്ടി. ഗായിക ഗായകൻ. നർത്തകൻ നർത്തകി. അധ്യാപിക അധ്യാപകൻ. ഇങ്ങനെ ലിംഗമുണ്ട്, ആൺ പെൺ ലിംഗം. കൂടാതെ നപുംസക ലിംഗവുമുണ്ട്. നപുംസകലിംഗം എന്ന് വെച്ചാൽ എന്താണ്? നദി നപുംസകലിംഗമാണ്. ആണാണോ പെണ്ണാണോ എന്ന് വേർതിരിച്ചറിയാൻ സാധിക്കില്ല. മല നപുംസകലിംഗമാണ്. ആണാണോ പെണ്ണാണോ എന്ന് വേർതിരിച്ചറിയാൻ പറ്റില്ല, അതിനെയാണ് നപുംസകലിംഗം എന്ന് പറയുന്നത്. സ്ത്രീലിംഗം പ്രഭു, പ്രഭിയാണ്. കണ്ടോ, പ്രഭി, ഇങ്ങനൊരു ആ ശബ്ദമുണ്ട്. ശരിയായ ഉത്തരം ഏതാണ്? വേറെ ഗത്യന്തരമില്ലാതെ അയാൾ മാപ്പ് പറഞ്ഞു. ഈ വിദ്യാർത്ഥിയുടെ വിജയം മറ്റുള്ളവർക്ക് മാതൃകയാണ്. പുരോഹിതരും വിശ്വാസികളും നഗരപ്രദക്ഷിണം ചെയ്തു.
ബന്ധുക്കളെ കാണുന്നതിനും കാര്യങ്ങൾ പറയുന്നതിനും സൗകര്യമുണ്ട്. ശരിയാണ് ചോദിച്ചത്. വേറെ ഗത്യന്തരമില്ലാതെ എന്ന് പറയുന്നത് ഗത്യന്തരമില്ലാതെ മാപ്പ് പറയുക അല്ലെങ്കിൽ വേറെ ഗതിയില്ലാതെ മാപ്പ് പറയുന്നു. അന്തരം വ്യത്യാസം രണ്ടും കൂടി വേണ്ട. വേറെ ഗത്യന്തരമില്ലാതെ എന്ന് വേണ്ട. ക്ലിയർ ആണ്? അടുത്തത്, ഈ വിദ്യാർത്ഥിയുടെ വിജയം മറ്റുള്ളവർക്ക് മാതൃകയാണ്. ശരി, ഈ വിദ്യാർത്ഥിയുടെ വിജയം മറ്റുള്ളവർക്ക് മാതൃകയാണ്. പുരോഹിതരും വിശ്വാസികളും നഗര പ്രദക്ഷിണം എന്ന് വെച്ചാൽ ഇതാണ് പ്രദക്ഷിണമല്ല, പ്രദക്ഷിണം ചെയ്തു. അപ്പോ 3 തെറ്റാണ്. ബന്ധുക്കളെ കാണുന്നതിനും കാര്യങ്ങൾ പറയുന്നതിനും സൗകര്യമുണ്ട്. നും രണ്ടും നുമാണ്. അപ്പോ അർത്ഥപൗനരുക്ത്യമൊന്നുമില്ല. 2ഉം 4ഉം ശരിയാണ്. 2ഉം 4ഉം ശരിയാണ്. ആൻസർ ഡി ആണ്. അപ്പൊ നമ്മൾ 10 ചോദ്യങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഇത് 2022 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. പ്ലസ് 2 എക്സാം, +2 പ്രിലിംസിന്റെ എക്സാം ആണ്. അപ്പോ ഈ ഒരു ചോദ്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പ്രിലിംസ് എക്സാം ആണ് +2ന്റെ. സ്റ്റേജ് 2 ആണ്. ഇത് സ്റ്റേജ് 2 എക്സാം ആയിരുന്നു. അടുത്തത് നമ്മൾ പ്രിലിംസിന്റെ തന്നെ മറ്റൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. +2ന്റെ പ്രിലിംസ് എക്സാം ആണ്. വിപരീത പദം കണ്ടെത്തുക. പശ്ചിമം എന്ന് വെച്ചാൽ പടിഞ്ഞാറ് എന്നാണ് അർത്ഥം. പശ്ചിമം, പടിഞ്ഞാറ്. എങ്കിൽ പശ്ചിമത്തിന്റെ വിപരീത പദം എന്താണ്? കിഴക്ക് എന്ന് വരണമല്ലോ. ആ പശ്ചിമതീരം പൂർവ്വതീരമുണ്ട് അല്ലെ. കിഴക്ക് എന്ന് വരുന്നത് പൂർവമാണ്. ഗുരുവിന്റെ ഭാവം ഒറ്റപ്പദമാണ്. ഗുരുവിന്റെ ഭാവം ഗൗരവം. ചേർത്തെഴുത്താണ് ചോദ്യം. ചേർത്തെഴുതുന്നത് ചോദ്യം സു പ്ലസ് ആഗതം എന്താണ്? സു പ്ലസ് ആഗതം സ്വ എന്ന ശബ്ദം വരും. സ്വാഗതം. സു പ്ലസ് ആഗതമാണ് സ്വാഗതം. സ്ത്രീലിംഗ ശബ്ദം, ഇതിനകത്ത് സ്ത്രീലിംഗ ശബ്ദം എന്താണ്? ഭവാൻ. അൻ എന്ന ശബ്ദം പുല്ലിംഗമാണ്. സ്ത്രീലിംഗം എന്ന് പറയുമ്പോൾ അവൾ, അൾ ശബ്ദം. പിന്നെയോ മിടുക്കി, ഈ ശബ്ദം. തൂ ശബ്ദം, അൾ തൂ ഇ. ഇതൊക്കെയാണ് സ്ത്രീലിംഗം വരുന്നത്. ഹസ്തി എന്ന് കേൾക്കുമ്പോൾ ഈ ശബ്ദം ഉണ്ടെങ്കിലും മഹതിയാണ് എന്ത്? സ്ത്രീലിംഗ ശബ്ദം. മഹതി സ്ത്രീലിംഗം. വഴിയാധാരമാക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ആധാരം വഴിയിൽ പോകുക. വഴിയിൽ കിടക്കുന്ന ആധാരം നഷ്ടപ്പെടുക, ആശ്രയമില്ലാതെയാവുക. വഴിയാധാരമാവുക എന്ന് വെച്ചാൽ ആരും നമുക്കൊന്ന് സഹായത്തിന് ആരുമില്ലാതെയാവുക, ആശ്രയം ഇല്ലാതെയാവുക. സമാനപദം കണ്ടെത്തുക. ജനകന്റെ അർത്ഥം അച്ഛൻ എന്നാണ്, പിതാവ് എന്നാണ്. തനയൻ, പിതാവ്, സുതൻ, ജാമാതാവ്. പിതാവ്, അച്ഛൻ, ഇതാണ് ജനകൻ. താതൻ, തനയൻ പുത്രനാണ്, സുതൻ പുത്രനാണ്. പ്രോസസ് എന്ന പദത്തിന്റെ മലയാള പരിഭാഷ എന്താണ്? പ്രോസസ്സിലാണ്. നിങ്ങൾ ചെയ്ത കാര്യം ഇപ്പൊ പ്രോസസ്സിലാണ്. കൈവശം വെക്കുക. നിയമം എന്ന് വെച്ചാൽ ലോയാണ് അല്ലെ. നടപടികൾ, തെളിവ്. അപ്പൊ ആൻസർ എന്താണ്? നടപടികൾ. പ്രോസസ് എന്ന് വെച്ചാൽ നടപടികൾ എന്നാണ്. ശരിയായ പ്രയോഗം തിരിച്ചറിയുക. അഞ്ജലി എന്നാണ്. അഞ്ജലി, ജ്ഞാനത്തിന്റെ ഞാ ഇതാണ് അല്ലെ. ജ ഞായാണ്. അഞ്ച ഞ ജായാണ്. അഞ്ജലി ഞ ജായാണോ? അല്ല, ജ്ഞാനം പോലാണ് എഴുതിയേക്കുന്നത്. ഇഞ്ച അല്ല, ഇഞ്ഞ അല്ല. ഞായും ജായും കൂടെ ചേർത്ത് എഴുതിയേക്കുന്നു. അല്ലെങ്കിൽ ഞ ജാ എന്നെഴുതാം. അഞ്ജലി. പിരിച്ചെഴുതുക. വിദ്യുത് ശക്തി. നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ. വിദ്യുത് ശക്തി. പിരിച്ചെഴുതുക. വിദ്യുത് ശക്തി. ഇത് നമ്മുടെ വ്യഞ്ജന സന്ധ്യ. എന്താണിത്? വ്യഞ്ജന സന്ധ്യ. വ്യഞ്ജന സന്ധിയിലെ ഒരു 2 കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ത അധികം ഷ എന്ന് പറയുമ്പോൾ അത് ഇച്ഛ ആയി മാറും. അതുപോലെ ത അധികം ല എന്ന് പറയുന്നത് അത് ഇല്ല ആയി മാറും. 2 റൂളാണ് വ്യഞ്ജന സന്ധിയിൽ നമ്മൾ പഠിക്കേണ്ടത്. ത അധികം ഷ ഇച്ഛയാകും, ത അധികം ല ഇല്ലയാകും. വിദ്യുത്ത് അധികം എന്താണ്? ഷ ഇച്ഛ ആയി മാറും. അച്ഛന്റെ ഇച്ഛ. വിദ്യുത് ശക്തി. വിദ്യുത്ത് അധികം ശക്തിയാണ് വിദ്യുത് ശക്തിയായി മാറുന്നത്. ജീവച്ഛവം. ജീവത്ത് അധികം ശവം. ത് അധികം ഷ എന്തായി മാറും? ഇച്ഛ ആയി മാറും. ജീവച്ഛവം, അച്ഛന്റെ ഇച്ഛ. ഇനി മറ്റൊരു കാര്യം. ഇനി ഇച്ഛിഷ്ടം നമ്മുടെ ഉച്ഛിഷ്ടം എങ്ങനെയാ? ഉച്ഛിഷ്ടവും അമേദ്യവും. ഉച്ഛിഷ്ടം. ഉത്ത് അധികം
ശിഷ്ടം. ഉത്ത് അധികം ശിഷ്ടം. കച്ചപം എങ്ങനെ എഴുതാം? കച്ചപം കത്ത് അധികം ശവം, ശപം, ശപം, കച്ചപം, ശപം. ഇതാണ് ത് അധികം ഷ. ഇനി ഇല്ല വരുന്ന ഒരെണ്ണം പറയാം. സുഹൃ ലാഭം. സുഹൃ ലാഭം അതായത് സുഹൃത്ത് അധികം ലാഭം. അതിനെ സുഹൃ ലാഭം എന്നെഴുതാം. സുഹൃ ലാഭം. ഇനി മറ്റൊരെണ്ണമാണ് സുഹൃ ലീല. സുഹൃത്ത് അധികം ലീല. ത് അധികം ലാ വന്നാൽ ഇല്ല ആയി മാറും. സുഹൃത് ലീല. സുഹൃ ലീല എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, ഇല്ല ആയി മാറി ലാ വരും. ഇതാണ് സുഹൃത് ലീല. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. നമ്മുടെ എന്താണ് സന്ധിയിൽ വരുന്ന ഒരു റൂളാണ്. വിദ്യുത്ത് അധികം ശക്തിയാണ് വിദ്യുത് ശക്തി. നമ്മൾ കഴിഞ്ഞ ദിവസം ഐച്ഛികം പഠിച്ചു. ഈച്ചാണ്. യാദൃച്ഛികം ഈച്ചാണ്. യാദൃച്ഛികം. ജീവച്ഛവം ഈച്ചാണ്. ഇതൊക്കെ തെറ്റിദ്ധരുത്താനും ചോദിക്കാറുണ്ട്. പര്യായ പദം ഗജം. ഗജം എന്ന് വെച്ചാൽ എന്താണ്? ആനയാണ്. നക്രം എന്ന് വെച്ചാൽ എന്താണ്? മുതലയാണ്. അജം എന്ന് വെച്ചാൽ എന്താണ്? ആടാണ്. അജം എന്ന് വെച്ചാൽ ആടാണ്. ഓക്കെയാണ്. ഗജം ഗജ ആനയാണ്, എല്ലാവർക്കും അറിയാം. അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നമ്മൾ 20 ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. മലയാളം, ഇംഗ്ലീഷ് ഒക്കെ നമ്മുടെ റാങ്ക് നിർണയത്തിലേക്ക് പോകും. അതിനൊക്കെ ഫുൾ മാർക്ക് സ്കോർ ചെയ്താലേ വരാൻ പോകുന്ന എക്സാമുകൾക്ക്, സെക്രട്ടേറിയറ്റ് പോലുള്ള എക്സാം ആണെങ്കിലും അതുപോലെ നമ്മുടെ വരാൻ പോകുന്ന 10th മെയിൻസ്, യൂണിഫോം തസ്തികകൾ, ഇതൊക്കെ നല്ല റാങ്കിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.